ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കോട്ടയം സ്റ്റൈലിൽ ഒരു വറ്റക്കറി വെച്ചാലോ? അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വറ്റ, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, കറിവേപ്പില, പുളി ഞാൻ കുടംപുളിയാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ പാകത്തിനുള്ള വെള്ളം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് ആവശ്യത്തിനുള്ള കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് അതിനാവശ്യമായ ഉലുവായും ഇട്ട് ഉലുവായും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതൊന്ന് മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകണം. ആ സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ച് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടണം. ആദ്യം മുളക് പൊടി ഇട്ടാൽ മുളക് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ മുളക് പൊടി ഇട്ട് ഈ സമയത്തൊക്കെ തീ നമ്മൾ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും അതിനു വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഒഴിച്ച് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ച് വരുന്ന സമയത്ത് ആവശ്യമായ ഉപ്പ് ചേർത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീനിട്ട് അടച്ച് വെച്ച് അതിന് മുമ്പിൽ 2 കറിവേപ്പിലയൊക്കെ വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. വെച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ സ്പൂണിട്ട് ഇളക്കാതെ ചട്ടി ഒന്നിങ്ങനെ എടുത്ത് നമ്മൾ കൈ കൊണ്ടൊന്ന് വട്ടം കറക്കി വെക്കുക. അപ്പോൾ മീൻ പൊടിയാതെ കിട്ടും. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വറ്റക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറ്റക്കറിയാണ്. ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറ് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റക്കറിയും അവിയലും മോരുമൊക്കെ കൂട്ടിയുള്ള ചോറ് എടുത്ത് വെച്ചിരിക്കുന്നു. ഓക്കേ.